നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന കല്യാണമല്ലേ ഇത്? എന്റെ ഇഷ്ടത്തിനെതിരായി നടക്കുന്ന കല്യാണം. ഇതിലെന്ത് സന്തോഷം ഞാൻ കാണേണ്ടത്? എനിക്ക് യാതൊരു സന്തോഷവും ഇല്ല. മോളെ, മനുഷ്യനൊന്ന് നിശ്ചയിക്കുന്നു, ദൈവം മറ്റൊന്ന് നടപ്പിലാക്കുന്നു. ഇത് ദൈവത്തിന്റെ വിധിയാ മോളെ. സിദ്ധാർത്ഥനും ദൈവീയമായുള്ള വിവാഹം നടക്കണമെന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് നീ ഉൾക്കൊള്ളണം. അതുകൊണ്ട് നീ വിഷമിച്ചിട്ടും വിരോധം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നടക്കാനുള്ളതാണ്, നടക്കും. നീ മുഖം തിരിച്ചു നിന്നാലും ദേവിയുടെ കല്യാണം ഭംഗിയായി നടക്കും. പിന്നെ എന്തിനാ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? നമുക്കിടയിലെ പ്രശ്നങ്ങള് നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? വെറുതെ നാട്ടുകാരെ കൂടി അറിയിക്കണോ? നിന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാ വിവാഹം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നിറഞ്ഞ മനസ്സോടെ നമ്മളെ വിവാഹം നടത്തി കൊടുക്കണം. ശ്രീകലേ, ഈ ദിവസം ഇനി ഉണ്ടാവില്ല, അത് ഓർമ്മ വേണം. കാലം കഴിയുമ്പോ നിന്റെ മനസ്സിലെ കലക്കങ്ങളൊക്കെ മാറിയെന്ന് വരും. അന്ന് ഈ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നിനക്ക് നിരാശയും നഷ്ടബോധമൊന്നും തോന്നരുത്. അതുകൊണ്ട് ഞാൻ പറയുന്ന മോള് കേൾക്ക്. എനിക്ക് പറയാനുള്ളതൊക്കെ പിന്നെ പറയാം. വാ മോളെ, നീ നടക്കേ. അമ്മ, എനിക്ക് വേണം സിന്ദൂരം, എനിക്ക് വേണം, എനിക്ക് തൊടാൻ വേണം, എനിക്ക് തൊട്ടിതാ. നിനക്ക് എന്തിനാ ഇപ്പൊ സിന്ദൂരം? എനിക്ക് വേണം. ചേട്ടന് പിന്നീട് സിന്ദൂരം തൊട്ടാ പോരെ? പോരാ പോരാ, എനിക്ക് സിന്ദൂരം ഇപ്പൊ തന്നെ തൊടണം, വേണം. ശരി. ഇനി എനിക്ക് മഞ്ഞളും വേണം. മഞ്ഞളോ? ആ, മഞ്ഞള്. ഇന്നെന്നെ മഞ്ഞൾ കല്യാണം അല്ലേ? അല്ലേ? ആണ്, ഇന്നെന്നെ മഞ്ഞൾ കല്യാണോ? അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നൊക്കെ പോലെ എന്റെ മുഖത്തും ദേഹത്തൊക്കെ മഞ്ഞൾ വെച്ച് തരണം. മോളെ, സിദ്ധു, നീ എന്ത് പണിയാ കാണിക്കുന്നേ? അവന്റെ സന്തോഷം അതാണെങ്കിൽ അവൻ ചെയ്തോട്ടെ. എന്നാ പിന്നെ നമുക്കും ചേരാം, അല്ലേ ഋഷിയേട്ടാ? എന്നായിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.